പോലെ കല്യാണം നടത്തുന്നൊക്കെ വാശി പിടിക്കാൻ എളുപ്പ, പക്ഷെ ചില്ലറ വേണ്ടേ? അതെ, പ്രബേട്ടന്റെ അവസ്ഥ സുരേഷിന് അറിയാമല്ലോ. പെണ്ണിനെ പിടിച്ചിറക്കി കൊടുക്കുക, അവൻ കൊണ്ടുപോട്ടെന്ന്. അത് അവളോട് ചെയ്യുന്ന തെറ്റാ. തറവാട് പറമ്പിനോട് ചേർന്ന് അച്ഛന്റെ പേരിൽ കിടപ്പുണ്ട് ഒരു 25 സെന്റ് സ്ഥലം. അത് വിറ്റ ഇപ്പത്തെ ഒരു അവസ്ഥയിൽ ഒരു 5-6 ലക്ഷം രൂപയെങ്കിലും കിട്ടില്ലേ മാഷേ? പക്ഷെ ആര് വാങ്ങും പ്രഭാര? ഏക്കർ കണക്കിന് വാങ്ങിക്കൂട്ടാൻ മുതലാളിമാരുണ്ട്. 5-10 സെന്റ് വാങ്ങണത് വീട് വെച്ച് താമസിക്കാനുള്ള പാവങ്ങളാ. അവരുടെ ഒട്ട് കാശുമില്ല. സഹകരണ ബാങ്കിൽ പണയം വെച്ചാ ഏറിയ 1 ലക്ഷം രൂപ കിട്ടും. അത് മതിയോ നിനക്ക്? ഏത് സമയത്തും കാശെടുക്കാൻ പറ്റണ ഒരാളെ ഈ നാട്ടിലുള്ളൂ. ആരാ? പ്രസിഡന്റ് അവറാച്ചൻ. അബ്ദു തമാശ പറയാനുള്ള നേരമല്ലോ. അതൊരു കാര്യമായിട്ടാ എനിക്ക് തോന്നണത്. മാഷ് എന്തായി പറയുന്നത്? നിന്റെ വികാരം എനിക്ക് മനസ്സിലാവും. അവറാച്ചനോട് കടം മേടിക്കാനല്ലോ, സ്വന്തം സ്ഥലം തീർന്നു കൊടുത്തിട്ടല്ലേ. ശരിയാ, ഇതിൽ ഇത്ര നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ച് പ്രസിഡന്റും പ്രബേട്ടനുമായിട്ടുള്ള രാഷ്ട്രീയ ഭിന്നത അവസാനിക്കുന്നില്ല. അതിനിയും തുടർന്നൂടെ? എന്തേ? അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല പ്രഭാര. ഇല്ലെങ്കിൽ പിന്നൊരു ഒറ്റ വഴിയുള്ളൂ. അത്യാവശ്യമായി പോയില്ലേ, 10 ലക്ഷം രൂപ ഞാൻ തരാം. എന്നാ കൊടുക്ക്, ലോട്ടറി അടിക്കട്ടെ. എറിയരുത്, ഞാൻ മയ്യത്താവും. എടാ ചാണ്ടി, നിനക്കിത് കേട്ടിട്ട് ചിരി വരുന്നില്ലേ? പിന്നെ എന്താടാ പോത്തെ വാ തുറന്ന് ചിരിക്കാത്തെ? കറക്റ്റ്. ഇത് ചോദിക്കാൻ അവൻ എന്താ നേരിട്ട് വരാത്തത്? ഞാൻ മുഖത്ത് നോക്കി ഒരു ആട്ടാട്ടോന്ന് പേടിച്ചിട്ടുണ്ടാവൂല്ലേ? അതിപ്പോ എവരെ ആട്ടാമല്ലോ. ഓട്ടറ ചാണ്ടി, എന്റെ മക്കളെ അക്ഷരം പഠിപ്പിച്ച അധ്യാപകനല്ലേ, അവമാനിക്കണ്ട. എന്നാ മാഷിനെ ആട്ടിയത് മാത്രം പിൻവലിച്ചിരിക്കുന്നു. 2 സ്ഥലം കാലിയാക്ക്. അതെ, ഇളയപ്പന്റെ പൂത്ത കാശുണ്ട്, പക്ഷെ അതുകൊണ്ട് അവന്റെ സ്ഥലം വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇറങ്ങ വെളിയില്, ഇറങ്ങാം. നിക്ക് മാഷേ. ചാണ്ടി, ആദ്യമായിട്ട് സഹായം ചോദിച്ചു വന്നല്ലേ, മടക്കണ്ട. നമുക്കതുകൊണ്ട് വാങ്ങാം. എന്താ? അല്ല, ഞാൻ സ്ഥലം വാങ്ങാം, പക്ഷെ എനിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ആദർശവാനായ പ്രഭാകരനത് സ്വീകാര്യമാവുമോ ആവോ? പറ്റില്ല. ഈ കണ്ടീഷൻ എനിക്ക് സമ്മതമല്ല. 6 ലക്ഷം രൂപയ്ക്ക് ഒരാൾ എന്റെ സ്ഥലം മേടിക്കുകയാണെങ്കിൽ അത്രയും തുകയ്ക്കുള്ള മുദ്രപത്രവും വാങ്ങണം. അല്ലാതെ 60,000 രൂപ മാത്രം ആധാരത്തിൽ കാണിച്ച് ബാക്കി 5,40,000 രൂപ സർക്കാരിനെ പറ്റിക്കുന്ന പരിപാടി എന്റെ ആദർശത്തിന് ചേർന്നതല്ല. അത് കറക്റ്റ്. ആദർശം കളഞ്ഞാ പ്രഭാകരനില്ല, പീരിയില്ലാത്ത പുട്ടുപോലെ അല്ലേ പ്രഭാകര? മിസ്റ്റർ പ്രഭാകരൻ, ഭരണകൂടം എല്ലാ കാലത്തും ഒരു മർദ്ദക ദുർഗമാണ്. ആധാരത്തിൽ വില കുറച്ച് കാണിക്കുക എന്നാൽ സർക്കാരിനെ പറ്റിക്കുക എന്നല്ല, ആ വ്യവസ്ഥിതിക്കെതിരെ പോരാടുക എന്നാണ് അർത്ഥം. അങ്ങനെ മനസ്സിലാക്കിക്കൂടെ പ്രഭാകര? ഒന്ന് അവിടെ ഇരിക്കണോ? എടാ, ഇതിപ്പോ നീ മാത്രമൊന്നുമല്ല, ഈ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാവരും ചെയ്യണതാ. പിന്നെന്താ? ഞാൻ പറഞ്ഞില്ലല്ലോ, എന്നെ കൊണ്ട് സർക്കാരിനെ വഞ്ചിക്കാൻ സാധ്യമല്ല എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നാ ഒന്നും കൊടുക്കാതെ അവളെ അവന്റെ കൂടെ പറഞ്ഞുവിട്. അവൻ ആവശ്യപ്പെട്ടിട്ടല്ലോ ഇത്രയും സ്വർണവും പണവും അവക്ക് കൊടുക്കാന്ന് നീ പറഞ്ഞത്. അതെങ്ങനെയാ മാഷെ? ഒന്നുമില്ലാതെ ഞാൻ അവളെ പിന്നെ... അതെ, പറ്റില്ല. അതുകൊണ്ടാണല്ലോ തൽക്കാലം ഈ വഴി അനുസരിക്കാൻ ഞങ്ങൾ പറഞ്ഞത്. ഇത്രയും കാലം നിന്റെ കുടുംബത്തിൽ കഴിഞ്ഞ ഒരു പെൺകുട്ടി, നീ സഹോദരിയെ പോലെ കരുതി നൽകുന്ന സഹായം, അതിന്റെ മുമ്പിൽ ഈ തെറ്റൊരു തെറ്റല്ല പ്രഭാര. അവറാന് പകരം വേറെ ആര് വന്നാലും കച്ചവടം നടക്കുന്നത് ഇത് തന്നെ വേണം. ഈ കാര്യത്തിൽ ഇനി ആലോചിക്കാനൊന്നുമില്ല, നമ്മളതങ്ങ് ഉറപ്പിക്കാൻ പോവാ. എന്നാലും ഒരെന്നാലുമില്ല, എല്ലാവരും കൈയടിച്ചേ. ഗതികേട് കൊണ്ടാണെങ്കിലും താങ്കൾ ഒരു വിപ്ലവ പ്രവർത്തനത്തിൽ പങ്കാളിയായി. അഭിവാദ്യങ്ങൾ. എന്ത് സരോമേ, എന്തു പറ്റി? ഹേ, നാളെ നിന്റെ കഴുത്തിലും കയ്യിലും എല്ലാം സ്വർണ്ണപ്പണ്ടം ഉണ്ടാവൂലോ എന്ന് ആലോചിക്കുമ്പോ ഒരു സന്തോഷം. നാളെ പ്രഭാകരന്റെ അച്ഛന്റെ പേരിലുള്ള സ്ഥലം കച്ചോടാ. അത് കഴിഞ്ഞാ നിന്നെയും കൂട്ടി ടൗണിലേക്ക് പണ്ടം എടുക്കാൻ പോവും. അടുത്ത ആഴ്ച നല്ലൊരു മുഹൂർത്തം നോക്കി അമ്പലത്തിൽ വെച്ച് കല്യാണം. അറിഞ്ഞാ വല്ല മുടക്കം പറഞ്ഞു വന്നാലോ എന്ന് കരുതി ഇവിടെ ആരെയും അറിയിച്ചിട്ടില്ല. പക്ഷെ അമ്മേ, ഞാൻ സുരേഷ് നല്ലവനാ, നല്ല അധ്വാനി. ഒരു വീട് വയ്ക്കാനുള്ള ബദ്ധപ്പാടില്ലാത്രേ അവൻ. ബാക്കി പൈസ അവനെ ഏൽപ്പിക്കാന്ന പ്രഭാകരൻ പറഞ്ഞേ. എന്നിട്ട് വേണം എനിക്കും അവനും കൂടി സ്വസ്ഥമായൊരിടത്തേക്ക് മാറി താമസിക്കാൻ.
നിന്റെ കാര്യത്തിൽ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അതിപ്പോ മാറി. എന്റെ മോൾക്ക് നല്ലതേ വരുമെന്നും. കാണാതായപ്പോ ഞാൻ കരുതി നീ പതിവുകളൊക്കെ തെറ്റിച്ചു. സാരമില്ല, നീ പോയാലും അമ്മ ഇവിടെ ഉള്ളപ്പോ എന്റെ പതിവുകളൊന്നും തെറ്റില്ല. എന്തു പറ്റി എന്റെ കേളമ്പാറ്റയ്ക്ക്? എന്നെ ഒരു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണെന്ന് അഭിമാനിക്കുന്നുണ്ടാവും അല്ലേ പ്രവേട്ട? ആ, ഇല്ല അതില്ല. രക്ഷപ്പെടുകയാണെങ്കിൽ അത് ഈ വീട്ടിൽ ഒരാളോടൊപ്പമായിരിക്കുമെന്ന് കുറെ ദിവാസ്വപ്നം കണ്ടു. അത് വിട്ടിത്തോയല്ലേ പ്രവേട്ട? ഓരോ തവണ മിണ്ടിയും പിണങ്ങിയും കഴിയുമ്പോഴും എന്റെ മനസ്സറിയുന്ന ഒരാളാണല്ലോ ഇവിടെ ഉള്ളതെന്നുള്ള വിശ്വാസമായിരുന്നു എനിക്ക്. പക്ഷെ അത് തെറ്റി. രാധേ, ഒരൊറ്റ തവണ പോലും നീ എന്നോട് അങ്ങനെയൊന്നും. പറഞ്ഞു ഒരുപാട് തവണ, പക്ഷെ അതിന് ശബ്ദം ഉണ്ടായിരുന്നില്ല. അത് കേട്ടിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ വിട്ടിയായി. വീട്ടുകാര്യത്തിലായാലും നാട്ടുകാര്യത്തിലായാലും പ്രഭേട്ടൻ അവനോടെ തന്നെ കാണാറുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവരെ തിരിച്ചറിയാനാവില്ല ഒരിക്കലും. അവസാനം ഒരു ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് താൻ സമ്മതിച്ചു അല്ലേ? സന്തോഷം. കണ്ടേ, ആകാശം കൊടുക്കും. മാഷേ, ആ പൈസയും മേടിച്ചു. എന്റെ പണം കൈകൊണ്ട് തൊട്ടാൽ അശുദ്ധമായി എന്ന തോന്നല് വേണ്ടാഞ്ഞിട്ടാവും. ചണ്ടേ, മാഷയുടെ കൊടുക്കും. മാഷേ, ഇനി എല്ലാവരോടുമായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാലങ്ങളായിട്ട് ഞാൻ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. അഴിമതി ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാശുണ്ടാക്കാൻ പല നക്കിത്തുരവും കാണിച്ചു. ഓരോ തവണയും ഇലക്ഷന് ജയിക്കാൻ വേണ്ടി പലതും ചെയ്തു. പക്ഷേ ഈ പ്രഭാകരൻ, ഈ കറകളഞ്ഞ ഗാന്ധിയൻ എന്നെ ശരിക്കും തോൽപ്പിച്ചു. അതേ പ്രഭാകര, കയ്യിലുള്ള ഒരു തുണ്ട് ഭൂമി പോലും മറ്റുള്ളവർക്കായി വിട്ടുകൊടുത്തിട്ട് തെരുവിലേക്ക് ഇറങ്ങിപ്പോയാലുള്ള ഈ മനസ്സിന്റെ വലിപ്പം ഞാനിപ്പോഴറിയില്ല. അതുകൊണ്ട് ഞാനിപ്പോ പ്രഖ്യാപിക്കുന്നു, ഇനി തോന്നൂർക്കര ഗ്രാമപഞ്ചായത്തിനെ പ്രഭാകരൻ നയിക്കും. ഞങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവും പ്രഭാകരനെ സപ്പോർട്ട് ചെയ്യും. അടുത്ത പഞ്ചായത്ത് മീറ്റിംഗിൽ പ്രഭാകരനായിരിക്കും ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. വേണ്ട അവറാച്ച, അവറാച്ചന്റെ മാറിയ മനസ്സുണ്ടല്ലോ, അത് തന്നെ ധാരാളം. ആയിക്കോട്ടെ, എന്നാൽ നീ എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം. ആ ഗ്യാപ്പിൽ എന്നോടും ക്ഷമിച്ചു എന്ന് പറയണം. ചിരിച്ചു ചിരിച്ചു. അപ്പൊ ക്ഷമിച്ചു എന്ന് ഉറപ്പായി. അതെ അതെ, എന്നാ നമുക്ക് അങ്ങോട്ട് ഒപ്പിട്ടാലോ? അമ്മയും രാധയൊക്കെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. മാഷ് അവരെ കൂടി സ്വർണ്ണക്കടയിലേക്ക് പൊക്കോളൂ, ഞാൻ എത്തിക്കോളാം. പ്രഭാകരനെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തോളാം. വരും. ശരി മാഷ.